ശാന്തി. 10/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ലക്ഷ്യം സദാ മുന്നിൽ വയ്ക്കൂ. അപ്പോൾ ദൈവിക ഗുണം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്വയം തന്നെ സംരക്ഷിക്കണം. ആസുരീയ ഗുണങ്ങളെ മാറ്റി ദൈവിക ഗുണം ധാരണ ചെയ്യണം. ചോദ്യം: ആയുഷ്മാൻ ഭവ എന്ന വരദാനം ലഭിച്ചതിനു ശേഷവും ദീർഘായുസ്സിനു വേണ്ടി ഏതൊരു പ്രയത്നം ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ദീർഘായുസ്സിനു വേണ്ടി തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകുന്നതിനായി പ്രയത്നിക്കൂ. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രത്തോളം സദോ പ്രധാനമാകും, ആയുസ് നീണ്ടതാകും. പിന്നെ മൃത്യുവിൻ്റെ ഭയം മാറിപ്പോകും. ഓർമ്മയിലൂടെ ദുഃഖം അകന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പുഷ്പമായി മാറും. ഓർമ്മയിൽ തന്നെയാണ് ഗുപ്ത സമ്പാദ്യമുള്ളത്. ഓർമ്മയിലൂടെ പാപം ഇല്ലാതാകുന്നു. ആത്മാവ് ഭാരരഹിതമാകുന്നു. ആയുസ് നീണ്ടതാകുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ബാബ മനസ്സിലാക്കിക്കുകയാണ്, പഠിപ്പിക്കുകയുമാണ്. എന്താണ് മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നത്? മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഒന്നാമതായി ദീർഘായുസ് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ആയുസ് വളരെ വലുതായിരുന്നു. 150 വർഷത്തിൻ്റെ ആയുസ്സായിരുന്നു. ദീർഘായുസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകുന്നതിലൂടെ. എപ്പോഴാണോ നിങ്ങൾ സദോ പ്രധാനമായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ ആയുസ്സുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തമോ പ്രധാനമായി, അപ്പോൾ നമ്മുടെ ആയുസ് ചെറുതായി മാറിയിരുന്നു എന്ന് അറിയുന്നുണ്ട്. ആരോഗ്യവും ശരിയായിരുന്നില്ല, തീർത്തും രോഗിയായി മാറിയിരുന്നു. ഈ ജീവിതം പഴയതാണ്, പുതിയതുമായി താരതമ്യം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമുക്ക് ദീർഘായുസ് ഉണ്ടാക്കുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. മധുരമധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതുപോലെയാണോ സദോ പ്രധാനമായിരുന്നത്, ദീർഘായുസ്സുള്ളവരും ആരോഗ്യമുള്ളവരുമായിരുന്നത്, അതേപോലെ വീണ്ടും ആയി മാറും. ആയുസ് ചെറുതാകുന്നതിലൂടെ മരിക്കുന്നതിൻ്റെ ഭയം നിലനിൽക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഗ്യാരണ്ടി ലഭിക്കുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരിക്കലും മരിക്കില്ല. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആയുസ് നീണ്ടതാകും. എല്ലാ ദുഃഖവും അകന്നു പോവുകയും ചെയ്യും. ഒരു തരത്തിലുമുള്ള ദുഃഖമുണ്ടായിരിക്കുകയില്ല. മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ പറയുന്നു, ഉയർന്ന പദവിയും വേണം. ഇങ്ങനെയുള്ള പദവിയും ലഭിക്കുക സാധ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ബാബ യുക്തി പറഞ്ഞു തരുന്നു. ഇങ്ങനെ ചെയ്യൂ. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പദവി നേടാൻ സാധിക്കും. ഇവിടെ തന്നെയാണ് ദൈവിക ഗുണം ധാരണ ചെയ്യേണ്ടത്. സ്വയം തന്നോട് ചോദിക്കണം, നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ? അവഗുണവും അനേകം പ്രകാരത്തിലുള്ളവയുണ്ട്. സിഗരറ്റ് കുടിക്കുക, മോശമായ വസ്തുക്കൾ കഴിക്കുക, ഇത് അവഗുണമാണ്. ഏറ്റവും വലിയ അവഗുണമാണ് വികാരത്തിൻ്റെ. അതിനെ തന്നെയാണ് ബാഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ വിഷ്യസ് ആയിരിക്കുന്നു. ഇപ്പോൾ വൈസ്ലെസ് ആകുന്നതിനുള്ള യുക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതിൽ ഈ വികാരങ്ങളെയും അവഗുണങ്ങളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും വിഷ്യസ് ആകരുത്. ഈ ജന്മത്തിൽ ആര് നന്നാകുമോ ആ നവീകരണം 21 ജന്മങ്ങൾ വരെയും തുടരേണ്ടതുണ്ട്. ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വൈസ്ലെസ് ആവുക. ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു ഭാരം ശിരസിൽ കയറിയിരിക്കുന്നുവോ അത് യോഗബലത്തിലൂടെ തന്നെയാണ് ഇറങ്ങുന്നത്. കുട്ടികൾക്കറിയാം, ജന്മജന്മാന്തരങ്ങളായി നമ്മൾ വിഷ്യസ് ആയിരിക്കുന്നു. ഇപ്പോൾ ബാബയോട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, വീണ്ടും ഒരിക്കലും വിഷ്യസ് ആകില്ല എന്ന്. ബാബു പറയുന്നു, അഥവാ പതീതമായെങ്കിൽ പിന്നെ 100 മടങ്ങ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. പിന്നെ പദവിയും ഭ്രഷ്ടമായി പോകും. കാരണം നിന്ദ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനർത്ഥം ആ ഭാഗത്തേക്ക് അഥവാ
വിഷ്യസായ മനുഷ്യരുടെ ഭാഗത്തേക്ക് പോയി. ഇങ്ങനെ ധാരാളം പേർ പോയി കളയുന്നു, അതായത് തോറ്റുപോകുന്നു. ഈ വികാരത്തിൻ്റെ ഇടപാട് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മുൻപ് അറിയില്ലായിരുന്നു. ചില നല്ല കുട്ടികളുണ്ട്. അവർ പറയുന്നു, നമ്മൾ ബ്രഹ്മചര്യത്തിൽ കഴിയും. സന്യാസിമാരെ കണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു, പവിത്രത നല്ലതാണ്. പവിത്രവും അപവിത്രവും. ലോകത്തിൽ അപവിത്രത വളരെയധികമുണ്ട്. ശൗചാലയത്തിൽ പോകുന്നതും അപവിത്രമാകലാണ്. അതിനാൽ ഉടൻ സ്നാനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപവിത്രത അനേകം പ്രകാരത്തിലുണ്ട്. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നതും അടിയും വഴക്കും കൂടുന്നതും അപവിത്ര കർത്തവ്യമാണ്. ബാബ പറയുന്നു, ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ പാപം ചെയ്തു. ആ എല്ലാ ശീലങ്ങളും ഇപ്പോൾ മായ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സത്യസത്യമായ മഹാൻ ആത്മാവാകേണ്ടതുണ്ട്. സത്യസത്യമായ മഹാൻ ആത്മാവ് ഈ ലക്ഷ്മി നാരായണൻ തന്നെയാണ്. ആർക്കും തന്നെ ഇവിടെ ആകുവാൻ സാധിക്കില്ല. കാരണം എല്ലാവരും തമോ പ്രധാനമാണ്. വളരെയധികം ഗ്ലാനിയും ചെയ്തുവല്ലോ. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നത് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ഒന്നാണ് ഗുപ്ത പാപം, രണ്ടാമതായി പ്രത്യക്ഷ പാപവുമുണ്ട്. ഇത് തമോ പ്രധാന ലോകം തന്നെയാണ്. കുട്ടികൾക്കറിയാം, ബാബ നമ്മളെ ഇപ്പോൾ അറിവുള്ളവർ ആക്കിയിരിക്കുന്നു. അതിനാൽ ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഏറ്റവും നല്ല അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. പാവനമാകണം, പിന്നെ ഗുണങ്ങളും വേണം. ദേവതമാരുടെ മുന്നിൽ ഏതൊരു മഹിമ നിങ്ങൾ പാടി വന്നുവോ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ആകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്ര മധുരമായ പുഷ്പങ്ങളായിരുന്നു, പിന്നെ മുള്ളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഓർമ്മയിലൂടെ നിങ്ങളുടെ ആയുസ് നീണ്ടതാകും, പാപവും ഭസ്മമാകും, ശിരസിൽ നിന്നും ഭാരവും ലഘൂകരിക്കപ്പെടും. തൻ്റെ സംരക്ഷണം ചെയ്യേണ്ടതുണ്ട്. നമ്മളിൽ എന്തെല്ലാം അവഗുണങ്ങളുണ്ട് അത് നീക്കം ചെയ്യണം. നാരദൻ്റെ ഉദാഹരണമുള്ളതുപോലെ നാരദനോട് പറഞ്ഞു, നീ യോഗ്യമാണോ? തീർച്ചയായും ഞാൻ യോഗ്യമല്ല എന്ന് അദ്ദേഹം കണ്ടു. ബാബ നിങ്ങളെ ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ ബാബയുടെ കുട്ടികളാണല്ലോ. ആരുടെയെങ്കിലും പിതാവ് മഹാരാജാവാണെങ്കിൽ എൻ്റെ ബാബ മഹാരാജാവാണ് എന്ന് പറയുമല്ലോ. ബാബ വളരെ സുഖം നൽകുന്നവനാണ്. ആര് നല്ല സ്വഭാവമുള്ള മഹാരാജാവായിരിക്കുമോ അവർക്ക് ഒരിക്കലും ക്രോധം വരുന്നില്ല. ഇപ്പോൾ പതുക്കെ എല്ലാ കലകളും കുറഞ്ഞു വന്നിരിക്കുകയാണ്. എല്ലാ അവഗുണങ്ങളും പ്രവേശിച്ചുകൊണ്ടിരുന്നു. കലകൾ കുറഞ്ഞുകൊണ്ടിരുന്നു. തമോ ആയിക്കൊണ്ടിരുന്നു. തമോ പ്രധാന അവസ്ഥയുടെയും അന്തിമം വന്നെത്തിയതുപോലെയാണ്. എത്ര ദുഃഖിതരായിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര സഹിക്കേണ്ടി വരുന്നു. ഇപ്പോൾ അവിനാശി സർജനിലൂടെ നിങ്ങളുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഈ 5 വികാരങ്ങൾ അടിക്കടി നിങ്ങളെ ശല്യം ചെയ്യും. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും മായ നിങ്ങളെ താഴെ വീഴ്ത്തുന്നതിനായി പരിശ്രമിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ ഈ വിധം ശക്തമാകണം. മായയുടെ ഒരു കൊടുങ്കാറ്റിനും കുലുക്കാൻ കഴിയാത്ത വിധം. രാവണൻ ഏതെങ്കിലും വസ്തുവൊന്നുമല്ല, അഥവാ ഏതെങ്കിലും മനുഷ്യനല്ല. 5 വികാരങ്ങളാകുന്ന രാവണനെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. ആസുരീയ രാവണ സമ്പ്രദായം നിങ്ങൾ തിരിച്ചറിയുന്നതേയില്ല. ഒടുവിൽ ഇത് ആരാണ്? ഈ BKs എന്താണ് മനസ്സിലാക്കിച്ചു തരുന്നത്? യഥാർത്ഥമായി ആരും അറിയുന്നില്ല. ഇവർ BK എന്ന് എന്തുകൊണ്ട് വിളിക്കപ്പെടുന്നു? ബ്രഹ്മാവ് ആരുടെ സന്താനമാണ്? ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാബ ഇരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് ഈ ശിക്ഷണം നൽകുന്നു. ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ. നിങ്ങളുടെ എല്ലാ കാമനകളും പൂർത്തീകരിച്ച് വരദാനം നൽകുന്നു. എന്നാൽ കേവലം വരദാനത്തിലൂടെ കാര്യമൊന്നും നടക്കുന്നില്ല. പ്രയത്നിക്കേണ്ടതുണ്ട്. ഓരോ കാര്യവും മനസ്സിലാക്കേണ്ടവയാണ്.
സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിൻ്റെ അധികാരം ഉള്ളവരാകണം. ബാബ അധികാരിയാക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ശിക്ഷണം നൽകുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യൂ. ആദ്യ നമ്പറിലെ ശിക്ഷണം നൽകുന്നത് ഇതാണ്: എന്നെ മാത്രം ഓർമ്മിക്കൂ. മനുഷ്യർ ഓർമ്മിക്കുന്നില്ല, കാരണം അവർ അറിയുന്നതേയില്ല. അപ്പോൾ ഓർമ്മയും റോങ് ആണ്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. പിന്നെ ശിവബാബയെ എങ്ങനെ ഓർമ്മിക്കും? ശിവന്റെ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കൂ, ഈ ഒന്നിൻ്റെ ഓക്യുപ്പേഷൻ പറയൂ. അപ്പോൾ പറയും, ഭഗവാൻ സർവവ്യാപിയാണ്. പൂജ ചെയ്യുന്നു, ആ ഒന്നിനോട് ദയ യാചിക്കുന്നു. യാചിക്കുമ്പോഴും ആരെങ്കിലും പരമാത്മാവ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ചിത്രങ്ങളുടെ മുന്നിൽ എന്താണ് ചെയ്യുന്നത്? പിന്നെ ചിത്രങ്ങൾ മുന്നിലില്ലെങ്കിൽ ശരീരവും അതിൻ്റെ വിശേഷതകളും ഗുപ്തമാകുന്നു. ഭക്തിയിൽ എത്ര തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ടും ഭക്തിയോട് എത്ര സ്നേഹമാണ്. ശ്രീകൃഷ്ണന് വേണ്ടി എത്ര ജലപാനം ഇല്ലാതെ ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾ പഠിക്കുകയാണ് ഭക്തർ എന്തെല്ലാമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചിരി വരുന്നു. ഡ്രാമ അനുസരിച്ച് ഭക്തി ചെയ്ത് ചുവടുകൾ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. മുകളിലേക്ക് ആർക്കും കയറുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമർ ആകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ സെർവൻ്റ് ആണല്ലോ. സ്റ്റുഡൻറ്റിൻ്റെ സർവീസ് ചെയ്യുന്നു. ഗവൺമെൻറ് സെർവൻ്റാണ്. ബാബയും പറയുന്നു, സേവനം ചെയ്യുന്നു, നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സർവ ആത്മാക്കളുടെയും പിതാവാണ്, ടീച്ചറുമാകുന്നു. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനവും കേൾപ്പിക്കുന്നു. ഈ ജ്ഞാനം മറ്റൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതാകണം എന്നതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. ലോകത്തിലെ മനുഷ്യർ എത്ര തമോ പ്രധാന ബുദ്ധിയാണ്. വളരെ ഭയാനകമായ ലോകമാണ്. എന്താണോ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്യുന്നു. എത്ര കൊലയും കൊള്ളയും മറ്റും നടത്തുന്നു. എന്താണ് ചെയ്യാത്തത്? 100% തമോ പ്രധാനമാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും 100% സതോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള യുക്തി പറഞ്ഞു തരുന്നു. ഓർമ്മയുടെ യാത്ര. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ബാബയുമായി പോയി കണ്ടുമുട്ടും. ഭഗവാനാകുന്ന ബാബ എങ്ങനെയാണ് വരുന്നത്? ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ രഥത്തിൽ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ കേൾപ്പിക്കുന്നു. അത് പിന്നെ നിങ്ങൾ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. അപ്പോൾ ആഗ്രഹമുണ്ടാകുന്നു, ഡയറക്റ്റ് കേൾക്കണം, ബാബയുടെ പരിവാരത്തിലേക്ക് പോകണം. ഇവിടെ പിതാവുമുണ്ട്, മാതാവുമുണ്ട്, കുട്ടികളുമുണ്ട്. പരിവാരത്തിൽ വരുന്നു. മറ്റേ ലോകം തന്നെ ആസുരീയമാണ്. ആസുരീയ പരിവാരത്തിൽ നിന്നും നിങ്ങൾ മടുപ്പുള്ളവരാകുന്നു. അതിനാൽ തൊഴിലും മറ്റും ഉപേക്ഷിച്ച് ബാബയുടെ അടുക്കൽ റിഫ്രഷ് ആകുന്നതിനായി വരുന്നു. ഇവിടെ കഴിയുന്നതും ബ്രാഹ്മണരാണ്. അപ്പോൾ ഈ പരിവാരത്തിൽ വന്ന് ഇരിക്കുന്നു. വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പരിവാരം ഉണ്ടായിരിക്കില്ല. അവിടെയാണെങ്കിൽ ദേഹധാരിയാകുന്നു. ആ തൊഴിൽ കാര്യങ്ങളിൽ നിന്നും മാറി നിങ്ങൾ ഇവിടെ വരുന്നു. ഇപ്പോൾ ബാബു പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിക്കൂ. സുഗന്ധ പുഷ്പമാകണം. പുഷ്പത്തിൽ സുഗന്ധമുണ്ട്. എല്ലാവരും എടുത്ത് സുഗന്ധം എടുക്കുന്നു. എരിക്കിൻ പൂവിനെ എടുക്കുകയില്ല. അപ്പോൾ പുഷ്പമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യണം. അതിനാൽ ബാബയും പുഷ്പം കൊണ്ടുവരുന്നു. ഇങ്ങനെയാകണം. വീട്ടിലും കുടുംബത്തിലും കഴിഞ്ഞുകൊണ്ടും ഒരു ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്കറിയാം, ഈ ദേഹത്തിൻ്റെ സംബന്ധികൾ ഇല്ലാതാകാൻ പോകുന്നവയാണ്. നിങ്ങളിവിടെ ഗുപ്ത സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. സമ്പാദ്യം ചെയ്യുകയും വളരെയധികം സന്തോഷത്തോടെ ഹർഷിതമുഖരായി ശരീരം ഉപേക്ഷിക്കുകയും വേണം. ചുറ്റിക്കറങ്ങുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷീണമുണ്ടാകില്ല. ബാബയുടെ ഓർമ്മയിൽ അശരീരിയായി എത്ര തന്നെ ചുറ്റി സഞ്ചരിച്ചാലും, ഇവിടെ നിന്നും താഴെ അബു റോഡ് വരെ പോയാലും
ക്ഷീണമുണ്ടാവുകയില്ല. പാപം ഇല്ലാതാകും, ഭാരരഹിതമാകും. കുട്ടികളായി നിങ്ങൾക്ക് എത്ര നേട്ടമുണ്ടാകുന്നു മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. മുഴുവൻ ലോകത്തിലെയും മനുഷ്യർ വിളിക്കുന്നു, പതീത പാവന വന്ന് പാവനമാക്കൂ. പിന്നെ അവരെ മഹാത്മാവ് എന്നെങ്ങനെ പറയും? പതീതരോട് ശിരസ് നമിക്കാറില്ല. പാവനമായവരുടെ മുന്നിലാണ് ശിരസ് നമിക്കാറുള്ളത്. കന്യകയുടെ ഉദാഹരണമുണ്ട്. വികാരിയാകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ശിരസ് നമിക്കുന്നു. പിന്നെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ. വിളിക്കേണ്ടി വരും വിധം പതീതമായതേ എന്തിന്? എല്ലാവരുടെയും ശരീരം വികാരത്തിൻ്റെ ഉൽപ്പത്തിയാണല്ലോ. കാരണം രാവണൻ്റെ രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾ രാവണനിൽ നിന്നും മാറി വന്നിരിക്കുകയാണ്. ഇതിനെ പറയുന്നത് പുരുഷോത്തമ സംഗമയുഗം എന്നാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. രാമരാജ്യത്തിലേക്ക് പോകുന്നതിനായി സത്യയുഗമാണ് രാമരാജ്യം. കേവലം ത്രേതായിലാണ് രാമരാജ്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സൂര്യവംശി ലക്ഷ്മിനാരായണൻ്റെ രാജ്യം എവിടെ പോയി? അപ്പോൾ ഈ എല്ലാ ജ്ഞാനവും ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയവരും വരുന്നു. അവർക്ക് നിങ്ങൾ ജ്ഞാനം നൽകുന്നു, യോഗ്യരാക്കുന്നു. ചിലർക്കാണെങ്കിൽ യോഗ്യരിൽ നിന്നും അയോഗ്യരായി മാറും വിധത്തിലുള്ള കൂട്ടുകെട്ട് ലഭിക്കുന്നു. ബാബ പാവനമാക്കുന്നു. ഇപ്പോൾ പതീതമാകരുത്. ബാബ വന്നിരിക്കുകയാണ് പാവനമാക്കുവാൻ. മായ ഈ രീതിയിൽ ശക്തിശാലിയാണ്. അത് പതീതമാക്കി മാറ്റുന്നു, തോൽപ്പിക്കുന്നു. പറയുന്നു, ബാബ രക്ഷിക്കൂ. യുദ്ധമൈതാനത്തിൽ അനേകം പേർ മരിക്കുന്നു. പിന്നെ രക്ഷിക്കാറുണ്ടോ? ഈ മായയുടെ വെടിയുണ്ട തോക്കിൻ്റെ വെടിയുണ്ടയേക്കാളും വളരെ കടുത്തതാണ്. കാമത്തിൻ്റെ മുറിവേറ്റു എന്നാൽ മുകളിൽ നിന്നും വീണു എന്നർത്ഥം. സത്യയുഗത്തിൽ എല്ലാവരും പവിത്ര ഗൃഹസ്ഥധർമ്മത്തിലുള്ളവരാണ്. അവരെ ദേവത എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എവിടെ വസിക്കുന്നു, എങ്ങനെ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. അർജുനൻ്റെ രഥത്തിലിരുന്ന് ജ്ഞാനം നൽകിയതായി കാണിക്കുന്നു. പിന്നെ ആ ഒന്നിനെ സർവ്വവ്യാപി എന്ന് എന്തുകൊണ്ട് പറയുന്നു? ബാബ സ്വർഗം സ്ഥാപിക്കുന്നു. ആ ഒന്നിനെ തന്നെ മറന്നുപോയി. ഇപ്പോൾ ആ ഒന്ന് സ്വയം തൻ്റെ പരിചയം നൽകുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മഹാൻ ആത്മാവാകുന്നതിനായി അപവിത്രതയുടെ ഏതെല്ലാം മോശമായ ശീലങ്ങളുണ്ടോ അതിനെ ഇല്ലാതാക്കണം. ദുഃഖം നൽകുന്നത്, അടിയും വഴക്കും കൂടുന്നത്, ഇതെല്ലാം അപവിത്ര കർത്തവ്യമാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിൻ്റെ അധികാരി ആക്കി മാറ്റണം. ബുദ്ധി കൊണ്ട് എല്ലാ തൊഴിൽ കാര്യങ്ങളിൽ നിന്നും ദേഹധാരികളിൽ നിന്നും മാറി സുഗന്ധ പുഷ്പമാകണം. ഗുപ്ത സമ്പാദ്യം ശേഖരിക്കുന്നതിനായി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അശരീരി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. വരദാനം: തൻ്റെ ശുഭചിന്തനത്തിൻ്റെ ശക്തിയിലൂടെ ആത്മാക്കളെ ചിന്താമുക്തമാക്കുന്ന ശുഭചിന്തകമണിയായി ഭവിക്കട്ടെ. ഇന്നത്തെ വിശ്വത്തിൽ എല്ലാ ആത്മാക്കളും ചിന്താമണിയാണ്. ആ ചിന്താമണികളെ ശുഭചിന്തകമണികളായ താങ്കൾക്ക് തൻ്റെ ശുഭചിന്തനത്തിൻ്റെ ശക്തിയിലൂടെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. ഏതുപോലെ സൂര്യൻ്റെ കിരണങ്ങൾ ദൂരെ ദൂരെയുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു, അതേപോലെ ശുഭചിന്തകമണികളായ താങ്കളുടെ ശുഭസങ്കല്പമാകുന്ന തിളക്കം അഥവാ കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഏതോ സ്പിരിച്വൽ ലൈറ്റ് ഗുപ്തരൂപത്തിൽ തൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ടച്ചിങ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒടുവിൽ അന്വേഷിച്ച് സ്ഥാനത്ത് എത്തിച്ചേരും. സ്ലോഗൻ: ബാബ്ദാദയുടെ ഡയറക്ഷൻ ക്ലിയറായി ക്യാച്ച് ചെയ്യുന്നതിനായി
മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ലൈൻ ക്ലിയർ ആക്കി വയ്ക്കൂ. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ
അനുഭവം വരുത്തട്ടെ.